ഈ മുടിക്കെട്ട് ആമാശയത്തിൽ നിന്ന് നീക്കം ചെയ്തതാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? പാലക്കാട് സ്വദേശിയായ 10ാം ക്ലാസ്സുകാരിയുടെ ആമാശയത്തിൽ നിന്ന് പുറത്തെടുത്തതാണ് 2 കിലോയോളം തൂക്കത്തിൽ മുടിക്കെട്ട്. നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ടാക്കി അതിനകത്തൂടെയാണ്, അതുപോലെ തന്നെ ആമാശയത്തിലും ചെറിയൊരു മുറിവുണ്ടാക്കിയാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിതിനെ ഡെലിവറി ചെയ്യണമല്ലോ. ഈ കുട്ടീനെ ഡെലിവറി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇത്ര വലിയൊരു സാധനം നമ്മൾ ആ ചെറിയ മുറിവ് കൂടെ പുറത്താക്കി. അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മനോവറിലാണ് സാധനം അത് വെളിയിലെടുത്തത്. മുടി കടിക്കുന്ന ശീലമുണ്ടായിരുന്നു കുട്ടിക്ക്. പിന്നീടത് പിന്നെ വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് കുട്ടി പറഞ്ഞത് മുടി ഇങ്ങനെ നമ്മുടെ വിരലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഉണ്ട ചുരുട്ടി ഇങ്ങനെ വായിലേക്ക് വെക്കുകയും അതങ്ങനെ വിഴുങ്ങുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയുന്നത്. അത് കുട്ടി അതൊരു ശീലമാക്കി മാറ്റി. പറഞ്ഞൊരു 2-3 വർഷങ്ങൾ എടുത്തിട്ടുണ്ടാകും ഇത്രയും വലിയൊരു സാധനമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ. അമിത ആകാംക്ഷയും അമിത സമ്മർദ്ദവുമുള്ള കുട്ടികളിലും ചെറുപ്പക്കാരിലും പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ കാണുന്ന അവസ്ഥയാണിത്. ഈ അമിത സമ്മർദ്ദവും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള അമിതമായ ടെൻഷൻ അനുഭവിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ വീട്ടിലുള്ള പേരൻസിൽ നിന്ന് കൂടുതലായിട്ടുള്ള അമിതമായ ടെൻഷൻ അവർക്ക് നൽകുന്ന ഒരു സാഹചര്യത്തിലും ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇതുപോലുള്ള ശീലങ്ങളുണ്ടോ, അല്ലെങ്കിൽ മുടി കടിക്കുന്ന ശീലങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കുകയും അപ്പോൾ അങ്ങനെ ഒരു ശീലമുള്ള കുട്ടികളിൽ ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായി ചികിത്സയിൽ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മറ്റൊരു പൊൻതൂവൽ കൂടി. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. KV രാഹുലുണ്ട്. രാഹുൽ, ആദ്യം തന്നെ ആ ഡോക്ടർമാർക്ക് നന്ദി പറയണം അല്ലേ? ഇത്രയും സങ്കീർണമായ ഒരു കാര്യം അവർ ചെയ്തു. ഇത്രയും നാളപ്പോൾ ആ കുഞ്ഞിന് മറ്റ് അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇത് ഈ ഡോക്ടർമാരുടെയൊക്കെ അടുത്തേക്ക് എത്തുന്നത്? ഇത് കാണുന്ന രക്ഷിതാക്കൾ കൂടി ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കുട്ടികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് വേഗത്തിൽ തന്നെ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക. രാഹുൽ പറയൂ. ദിവിഷ്, അതാണ് ആമാശയത്തിൽ നിന്ന് 2 കിലോളം മുടി അത് പുറത്തെടുത്തതെന്ന് പറയുന്നത് കേൾക്കുന്നത് വിശ്വസിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ്. അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ഈ ട്രൈക്കോബിസെയർ എന്നാണ് ഈ ഒരു സ്വഭാവത്തെ പറയുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമ്മൾ ഈ നഖം കടിക്കുന്ന ശീലമുള്ളവരുണ്ട്, ചില ആളുകൾ മീശ കടിക്കുന്ന ശീലമുള്ളവരുണ്ട്. അതുപോലെ പെൺകുട്ടികളിൽ വളരെ ചുരുക്കം പെൺകുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സ്വഭാവം, ഒരു ശീലമാണ് മുടി കടിക്കുക എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനു മുൻപും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ആമാശയത്തിൽ നിന്ന് മുടി പുറത്തെടുത്തിരുന്നു. പക്ഷെ അത് ഇത്രയും അളവിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. കുട്ടി 10ാം ക്ലാസ്സുകാരിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇത് 3 വർഷത്തോളമായിട്ട് കുട്ടി ഇതുപോലെ മുടി കടിക്കുക മാത്രമല്ല, മുടി അത് വിരലിൽ ചുറ്റിയിട്ട് ഒരു ചെറിയ ഉരുള പോലെ ആക്കിയിട്ട് അത് വിഴുങ്ങുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് ആമാശയം നിറയുന്ന വിധത്തിൽ മുടി വന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, വിളർച്ചയായി. തുടർന്ന് പാലക്കാട് ആശുപത്രിയിൽ കാണിച്ച് അവിടെ CT സ്കാനൊക്കെ എടുത്തു. അപ്പോൾ ഇതുപോലൊരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി കോഴിക്കോട്ടേക്ക് റിഫർ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഡോക്ടർമാർ എൻഡോസ്കോപ്പി വെച്ച് പരിശോധിച്ചു. സമയത്ത് കൃത്യമായി മനസ്സിലായി ഇത് മുടിക്കെട്ടാണ് ആമാശയത്തിലുള്ളതെന്ന്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയാണ് ഉണ്ടായത്. സമയം കൂടുതലൊന്നും എടുത്തില്ല. അത് സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആയിരുന്നുവെങ്കിലും കൂടുതൽ സമയം എടുത്തില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം എൻഡോസ്കോപ്പിയിൽ തന്നെ കൃത്യമായി മനസ്സിലായിരുന്നു ഇത് മുടിയാണെന്ന്. അപ്പോൾ പ്രത്യേകമായി രക്ഷിതാക്കളോട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതി ആകാംക്ഷ, അതുപോലെ സമ്മർദ്ദം, പ്രഷറൊക്കെയുള്ള ടെൻഷനൊക്കെയുള്ള കുട്ടികൾ മുടി കടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൗൺസിലിംഗ് നൽകി മാറ്റേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രൈക്കോബിസെയർ എന്നാണ് ഈ ഒരു സ്വഭാവത്തിൻ്റെ പേര് ഡോക്ടർമാർ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് ഇത് എന്നതും ശരിയാണ്. ഡോക്ടർമാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം.